ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ചില ക്ലാസ്സുകളായിട്ട് ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് ഓൺ ഡിഫ്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഡിഫ്രാക്ഷനിൽ ലെക്ചർ 7 ആണ്. ഇനി നമുക്കിതിൽ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലെക്ചർ 7 ഇതിൽ നമുക്ക് പറയാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദ സോഴ്സ് യൂസിങ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഒരു സോഴ്സിൻ്റെ ലൈറ്റ് കടന്നു വരുന്ന സോഴ്സ്, ലൈറ്റിൻ്റെ സോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് ആകാം, അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്ത്, ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ്റെ, സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, ഗ്രീൻ്റെ വേവ് ലെങ്ത് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സച്ച് ദാറ്റ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിംഗ് ഈസ് ഗിവൺ. നമ്പർ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആ കളറിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ. അല്ല സോഡിയം വേപ്പർ ലാമ്പൊക്കെ ആണെങ്കിൽ അവിടെയും നമ്പർ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. സാധാരണ രീതിയിൽ നമ്പർ ഓഫ് ലൈൻസ് ഗ്രേറ്റിംഗിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായി? നമ്പർ ഓഫ് ലൈൻസ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റൂളിങ്സ്, എത്ര ഒപ്പേക്ക് ആയിട്ടുള്ള ഭാഗമുണ്ട്, എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ലിറ്റ്സ് ഉണ്ട്, അല്ലേ? ഗ്രേറ്റിങ്ങിനെ നമുക്ക് ഒരു ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ്സ് ആയിട്ട് എടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ലാംഡ കണ്ടുപിടിക്കലാണ്. ലാംഡ കണ്ടുപിടിക്കാൻ ഇങ്ങനെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒപ്റ്റിക്സിൽ പല എക്സ്പെരിമെൻ്റ് ഉണ്ട്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ആ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. സോഡിയം വേപ്പർ ലാമ്പിൽ വരുന്ന യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. അതേപോലത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാറ്. ഇതൊരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. നോക്കൂ, എക്സ്പ്ലെയിൻ ഹൗ ക്യാൻ യു ഡിറ്റർമിൻ ദ വേവ് ലെങ്ത് ഓഫ് എ സോഴ്സ് യൂസിങ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഗ്രേറ്റിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇത് സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻ്റ് ആണ്. സ്പെക്ട്രോമീറ്റർ വെച്ചിട്ടാണ് ഒന്നാമത് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ഇപ്പോഴും സ്പെക്ട്രോമീറ്റർ വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചെയ്യുന്ന പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പ് ഫോക്കസ് ചെയ്യണം, ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യണം, അതുപോലെ കൊള്ളിമേറ്ററിൻ്റെ ഫോക്കസ് കറക്റ്റ് ആക്കണം, പിന്നെ സ്ലിറ്റ് നാരോ ആക്കണം, ഒരു നാരോ ആയിട്ടുള്ള സ്ലിറ്റ്. മനസ്സിലായോ? കൊള്ളിമീറ്റർ ഫോക്കസ് ചെയ്ത് മാത്രമല്ല നാരോ ആക്കി വെക്കണം സ്ലിറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ദ സ്പെക്ട്രോമീറ്റർ ആണ്. പിന്നെ ഗ്രേറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദ ഗ്രേറ്റിംഗ് ഈസ് സെറ്റ് ഓൺ ദ പ്രിസം ടേബിൾ ഫോർ നോർമൽ ഇൻസിഡൻസ്. നോർമൽ ഇൻസിഡൻസ് പറഞ്ഞാൽ ലൈറ്റ് വന്ന് ഗ്രേറ്റിംഗിൽ വീഴുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം. മനസ്സിലായി? ലൈറ്റ് ഗ്രേറ്റിംഗിൽ വീഴുന്ന പെർപെൻഡിക്കുലർ ആകാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് വെറുതെ ഏകദേശം നോക്കി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ട് സ്പെക്ട്രോമീറ്ററിൽ അത് 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതും ചെയ്യണം, ആ മെത്തേഡും ചെയ്യണം. ഓക്കെ, ആ മെത്തേഡ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ മെത്തേഡ് നമ്മൾ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത് വെച്ചാൽ, നോർമൽ ഇൻസിഡൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ടെലിസ്കോപ്പ് ഈസ് ബ്രോട്ട് ഇൻ ലൈൻ വിത്ത് ദ ഫസ്റ്റ് ഓർഡർ മാക്സിമം ഓൺ ദ ലെഫ്റ്റ്. നമുക്കറിയാം, സ്പെക്ട്രം കിട്ടുമ്പോൾ പലതവണയായിട്ട് ഞാൻ സ്പെക്ട്രങ്ങളുടെ ഒരു മോഡൽ നിങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളൊരു മോണോക്രോമാറ്റിക് സോഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്ത് മാത്രമുള്ള സോഴ്സ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ യെല്ലോ ലൈറ്റ് ആണെന്നിരിക്കും. അപ്പോൾ യെല്ലോ ലൈറ്റ് വെച്ച് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്ററിലൊരു മാക്സിമം കിട്ടും, നല്ല ഇൻറ്റൻസിറ്റി ഉള്ളത്. പിന്നെ ഇതാ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം, അല്ലേ? പിന്നെ സെക്കൻഡ് ഓർഡറിന് അത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല. സെക്കൻഡ് ഓർഡർ, അങ്ങനെ കുറേ മാക്സിമങ്ങളാണ് നമുക്ക്. ഇതാണ് ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ളത്. അത് കഴിഞ്ഞ ഇൻറ്റൻസിറ്റി ഉള്ളത് ഇതിനാണ്. ഓക്കെ, അങ്ങനെ പല ഓർഡറുകൾ നമുക്ക് കിട്ടും. പല ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് n=0 ആണ്, ഇത് n=1 ആണ്, ഇതും n=1 ആണ്, ഇത് n=2 ആണ്, ആൻഡ് സോ ഓൺ. മനസ്സിലായോ? അപ്പോൾ സ്പെക്ട്രോമീറ്റർ വെച്ച് നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ കാണാം. സ്പെക്ട്രോമീറ്റർ നേരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് കാണുക. സ്പെക്ട്രോമീറ്ററിലെ ടെലിസ്കോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടെലിസ്കോപ്പ് ഇതിന് നേരെ വെച്ച് നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ റീഡിങ് എടുക്കേണ്ടത്, ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതിനെയല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ലെഫ്റ്റിലുള്ള ഇതിൻ്റെ നേരത്തേക്ക് നമ്മൾ ടെലിസ്കോപ്പ് വെക്കണം. മനസ്സിലായി? എന്നിട്ട് ടെലിസ്കോപ്പ് ഇതിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ക്രോസ് വയർ ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റീഡിങ് എടുക്കണം. റീഡിങ് എടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ സെറ്റ് ചെയ്തിട്ട് റീഡിങ് എടുക്കണം. റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് ഈ തീറ്റയാണ് കിട്ടുക, അല്ലേ? ലെറ്റ് ഇറ്റ് ബി θ1. θ1 നമ്മൾ മെഷർ ചെയ്യുന്നില്ല, കാരണം ഈ റീഡിങ് നമ്മൾ എടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ റീഡിങ് എടുക്കുന്നുള്ളൂ. θ1 എത്രയാണെന്ന് നമുക്ക്, θ1 ആണോന്നും നമുക്കറിയില്ല. റീഡിങ് എടുക്കുന്നു, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. n=1 ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിൻ്റെ
മനസ്സിലായി? ഫസ്റ്റ് ഓർഡർ മാക്സിമത്തിൻ്റെ ലെഫ്റ്റിലുള്ളതിൻ്റെ റീഡിംഗ് എടുക്കുന്നു. അത് നമുക്കറിയാം, സ്പെക്ട്രോമീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ വെർനിയർ 1-ലും എടുക്കും, വെർനിയർ 2-ലും എടുക്കും. അത് രണ്ട് നോട്ട് ചെയ്യണം. ഇനി ടെലിസ്കോപ്പ് തിരിച്ചു കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഓർഡർ സ്പെക്ട്രത്തിൻ്റെ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം അല്ല, ഫസ്റ്റ് ഓർഡർ ഓൺ ദ റൈറ്റിലെ ഫസ്റ്റ് ഓർഡർ അതേ ടെലിസ്കോപ്പ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ റീഡിംഗ് എടുക്കും നമ്മൾ. മനസ്സിലായി? അതും വെർനിയർ 1-ലും എടുക്കും, വെർനിയർ 2-ലും എടുക്കും. മനസ്സിലായ? വെർനിയർ 1-ലും വെർനിയർ 2-ലും എടുക്കും. ദ ഡിഫറൻസ് ഓഫ് ദ ടു റീഡിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് ഇതിൻ്റെ റീഡിങ് വെർനിയർ 1-ലും എടുത്തു, വെർനിയർ 2-ലും എടുത്തു. ഈ രണ്ടാമത്തെ n=1 റൈറ്റിലുള്ള ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം, ഫസ്റ്റ് ഓർഡർ മാക്സിമത്തിൻ്റെ വെർനിയർ 1-ലും വെർനിയർ 2. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 2θ ആണ്. മനസ്സിലായി? ഈ ആംഗിൾ എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മൈനസ് ചെയ്യണം. വെർനിയർ 1-ൽ കിട്ടിയ റീഡിങ് ദ ഡിഫറൻസ് ഈസ് 2θ1. മനസ്സിലായോ? ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു റീഡിങ്സ് ഓൺ ദ വെർനിയർ 1 ഈസ് ഫൗണ്ട്. The difference of these two readings on Vernier 1 is found. Vernier 1-ൽ കിട്ടിയ രണ്ട് റീഡിങ്ങുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് 2θ1 കിട്ടും. അതേപോലെ വെർനിയർ 2-ൽ കിട്ടിയ രണ്ട് റീഡിങ്സ് ഏതൊക്കെയാ? ലെഫ്റ്റിലെ ഫസ്റ്റ് ഓർഡർ മാക്സിമത്തിൻ്റെയും, മനസ്സിലായോ, റൈറ്റിലെ ഫസ്റ്റ് ഓർഡർ മാക്സിമത്തിൻ്റെയും ആ റീഡിങ്ങിൽ വെർനിയർ 2-ൽ മൈനസ് ചെയ്യണം. അപ്പോഴും നിങ്ങൾക്ക് 2θ1 കിട്ടും. മനസ്സിലായോ? 2θ1 രണ്ട് 2θ1 തന്നെയാണ്. അതിൻ്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് എടുക്കുക, അല്ലെങ്കിൽ മീൻ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ്, രണ്ട് 2θ1 കിട്ടിയില്ലേ, അതിൻ്റെ ആവറേജ് എടുത്താൽ നിങ്ങൾക്ക് ആ വാല്യൂ 2θ1 കിട്ടും. അതിൻ്റെ ഹാഫ് എടുത്താൽ ഹാഫ് ഓഫ് ദ ആവറേജ് ഓഫ് ദീസ് ടു വാല്യൂസ് ഗീവ്സ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ θ1 ഫോർ ദ ഫസ്റ്റ് ഓർഡർ മാക്സിമം. അപ്പം നമ്മൾ എന്താ എടുക്കുന്നത്? ലെഫ്റ്റിലുള്ള ഫസ്റ്റ് ഓർഡറിൻ്റെയും റൈറ്റിലെ ഫസ്റ്റ് ഓർഡറിൻ്റെയും റീഡിങ്സ് എടുത്തിട്ട് വെർനിയർ 1-ൻ്റെ റീഡിങ്ങുകൾ തമ്മിൽ മൈനസ് ചെയ്ത് വെർനിയർ 2-ൻ്റെ റീഡിങ് തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 2θ കിട്ടി. അതിൻ്റെ മീൻ എടുത്തിട്ട് രണ്ട് 2θ കിട്ടി, അല്ലെങ്കിൽ രണ്ട് 2θ1 കിട്ടി. അതിൻ്റെ മീൻ എടുത്തിട്ട് ഹാഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് θ1 കിട്ടും. അപ്പോൾ ഗ്രേറ്റിങ്ങിൻ്റെ ഫോമിൽ നമുക്കറിയാം sin θ = n λ. തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്, നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. n എന്താ? നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ്, നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ആണ്. നമ്മൾ ഭൂരിഭാഗം എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ആകെ കൂടി നമ്മൾ n' യൂസ് ചെയ്യുന്നത് റിസോൾവിങ് പവർ പറയുമ്പോൾ മാത്രമാണ്, അല്ലേ? n' യൂസ് ചെയ്യുന്നത് റിസോൾവിങ് പവർ പറയുമ്പോൾ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് n ആണ്. n മീൻസ് ക്യാപിറ്റൽ N ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സ്മോൾ n എന്താ? ഇവിടുത്തെ ഓർഡർ ഓഫ് ദ സ്പെക്ട്രം ആണ്. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്ത് ഫസ്റ്റ് ഓർഡർ n1 ആണ്. ലാംഡ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് സോഴ്സ് ആണ്, അല്ലേ? മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഇത് n-ന് 1 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കൂ, ലാംഡ എന്താ കിട്ടുക? n-ന് 1 കൊടുത്ത് ലാംഡ ഈക്വൽ sin θ/n കിട്ടി. sin θ/n n ഗിവൺ ആണ്. മനസ്സിലായ? n ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പെർ മീറ്ററിലേക്ക് ആക്കണം നമ്മളിപ്പോൾ വിചാരിക്കും. നമുക്ക് തന്നിട്ടുള്ളത് 6000 per centimeter ആണെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ 66 lakhs 6 lakhs ആയില്ലേ? 6 lakhs പെർ മീറ്റർ (1) അങ്ങനെയാണ് തന്നിട്ടുള്ളത് എനിക്ക്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ കിട്ടിയല്ലോ, ലാംഡ കിട്ടി. അപ്പോൾ ആൻസർ ആയില്ലേ? ആൻസർ ആയി. പക്ഷെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമല്ല ചെയ്യുക. നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡർ കാണാനുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഓർഡറിനും കൂടി ഇതേപോലെ റീഡിംഗ് എടുക്കും. സെക്കൻഡ് ഓർഡറിൻ്റെ കൂടെ റീഡിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഓർഡറിൻ്റെ റീഡിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെലിസ്കോപ്പ് ലെഫ്റ്റിലെ സെക്കൻഡ് ഓർഡറിൽ വെച്ചു, സെക്കൻഡ് ഓർഡറിന് നേരെ വെച്ചു, നോക്കി, ലെഫ്റ്റിലെ സെക്കൻഡ് ഓർഡർ കണ്ടു, അതിൻ്റെ വെർനിയർ 1-ഉം വെർനിയർ 2 റീഡിങ്സ് എടുത്തു. അതുപോലെ ടെലിസ്കോപ്പ് റൈറ്റിലെ സെക്കൻഡ് ഓർഡറിന് നേരെ വെച്ചു. ഇത് കുറച്ചുകൂടി വലിയ ആംഗിൾസ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ആംഗിൾസ് θ1 അല്ലേ, ഇത് കുറച്ചുകൂടി വലിയ ആംഗിളാണ്, θ2 എന്ന് എടുത്തോളൂ. റൈറ്റിലെ സെക്കൻഡ് ഓർഡർ n=2-ന് നേരേക്ക് വെച്ചു, സെക്കൻഡ് ഓർഡർ മാക്സിമത്തിന് നേരേക്ക് വെച്ചു, അതിൻ്റെ റീഡിംഗ് എടുത്തു. അപ്പോൾ ഈ കിട്ടുന്ന ടോട്ടൽ ആംഗിളാണ് 2θ2 എന്നുള്ളത്, 2θ2. അത് രണ്ട് വെർനിയറിലും കണ്ടുപിടിച്ചു, വെർനിയർ 1-ലും വെർനിയർ 2-ലും കണ്ടുപിടിച്ചു. അങ്ങനെ 2θ2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്ന വെച്ചാൽ, ഇവിടെ ഈ ഫോമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ n-ന് 2 ആണ്, മനസ്സിലായി? n-ന് 2 ആണ്. അപ്പോൾ അവിടെ sin θ2 = n × 2 × ലാംഡയാണ്. അപ്പോൾ ലാംഡ = sin θ2 / 2n എന്നാണ് വരിക. മനസ്സിലായി? അതാണ് അവിടെ 2 വന്നത്, സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 2 വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോമുല വെച്ചിട്ട് ലാംഡ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ 1-ൽ ലാംഡ കിട്ടി, ഇക്വേഷൻ 2-ൽ ലാംഡ കിട്ടി. അത് രണ്ട് മീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായിട്ട് എഴുതാൻ പറ്റും.
ദ മീൻ ലാംഡ ഒബ്റ്റൈൻഡ് ഫ്രം ഇക്വേഷൻ 1 and 2 gives the wavelength of the source of light. ഇതാണ് എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻ്റ് റിസൾട്ടായിട്ട് നമ്മൾ എഴുതുന്നത് എന്താ? ദ വേവ് ലെങ്ത് ഓഫ് ദ ഗിവൺ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എത്ര നാനോമീറ്റർ ആണോ അത്രയും നാനോമീറ്റർ നമ്മൾ എഴുതി വയ്ക്കും. ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ അതിന് കിട്ടിയ വേവ് ലെങ്ത് ഇപ്പോൾ 6000 ആങ്സ്റ്റർ യൂണിറ്റ് ആണെങ്കിൽ അത് മനസ്സിലായ, അപ്പോൾ ആ വാല്യൂ എഴുതി വയ്ക്കും. അതാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഡിഫ്രാക്ഷൻ എന്നുള്ള ഈ പാർട്ടിലുള്ളത്. ഇനി ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. താങ്ക് യു.